ഹായ് 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 വെൽക്കം ബാക്ക് ടു അയൽ സരിത കുക്ക് ആൻഡ് വ്ളോഗ്സ്. ഹായ്, ഇന്ന് കാണിച്ചു തരുന്നതിന് കാസർഗോഡ് ഭാഗത്ത് നല്ല പുളി ഉപ്പ് കാരമെല്ലാം കൂടി ഒരു നല്ല സൂപ്പറായ ഒരു അയിലക്കറി. ഞങ്ങളുടെ നാട്ടിൽ അയിലക്കറി അല്ലെങ്കിൽ മീൻ വെക്കുമ്പോഴെല്ലാം കുറച്ച് കാരമെല്ലാം ഇടും ഞങ്ങൾ. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു നല്ല സൂപ്പറായ ഒരു കറി. ഇത് നമ്മളെ ചപ്പാത്തിക്ക്, ദോശ, പിന്നെ കൽത്തപ്പോ, ചോറ് എല്ലാത്തിനും നല്ല ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ ഇന്ന് ഞാനൊരു 11 മണിയാകുമ്പോൾ മീനിൻ്റെ കടക്ക് പോയി. ചിലപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകും. അപ്പോൾ കുറച്ച് മീൻ വേണമെങ്കിൽ മാത്രം ഇവിടെ പീടികക്കെല്ലാം പോയിട്ട് മീൻ എടുത്തുകൊണ്ട് വരും. ഒരു 10-15 മിനിറ്റ് നടന്നെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്കത്ര ഏത് മീൻ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ മത്തി നോക്കി, മത്തിയിലെല്ലാം മുള്ള് മത്തി പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് മീൻ നോക്കാൻ നല്ല അറിയും. അപ്പം ഞാൻ എന്താക്കി, തലശ്ശേരിൻ്റെ അയില ഉണ്ടായി, മാംഗ്ലൂരിൻ്റെ അയില ഉണ്ടായി. അപ്പോൾ കുറച്ച് തലശ്ശേരിൻ്റെ അയിലൊക്കെ വില ജാസ്തി ഉണ്ടായി. ഞാൻ തിരക്കിയിട്ട് ഒരു 750 ഗ്രാം അയില എടുത്ത് ഞാൻ പറഞ്ഞ് മുറിക്കണ്ട, ഞാൻ വീട്ടിൽ മുറിച്ചോളാം. എന്തിനും കടയിൽ കുറച്ച് ആളും ഉണ്ടായി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് വെക്കണം. പിന്നെ ഞങ്ങളൊരു നാട്ടിലെ പലകത്തി അറിയുമല്ലോ നിങ്ങൾക്ക്, ആ പലകത്തിൽ ഞാൻ അതിലെന്നെ മുറിച്ച്, ഞങ്ങൾ മുറിച്ചിട്ടപ്പോൾ നല്ല ക്ലീനാണ്. ഓറ് മുറിച്ച് തന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പണിയുണ്ടാന്ന് പാതി മുറിച്ച് തന്ന്. അങ്ങനെ ഞാൻ ഒരു അയിലെന്നെ മുറിച്ച്, എന്തറിയുക, അയിലൊക്കെ നല്ല തലയെല്ലാം ഇട്ട് വെക്കണം. അപ്പോൾ ഓരെല്ലാം എന്താക്കും, ഞങ്ങൾക്ക് മുറിച്ച് തരുമ്പോൾ പാതിക്ക് പാതി തലയെല്ലാം ഇങ്ങനെ ചാടും. അപ്പം ഞങ്ങൾക്കത് തല വേണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് മുറിക്കണം. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നാട്ടിലെ കത്തി, നാട്ടിലെ ചിരപ്പല, നാട്ടിലെ എല്ലാ സാധനവും എൻ്റെ അടുത്ത് ബാംഗ്ലൂരിലുണ്ട്. അപ്പോൾ ഈ പല കത്തി വെച്ചിട്ട് ഒരു അയിലനെ മുറിച്ച്, പിന്നെ അയിലനെ പാങ്ങലെ കൗവാണ്. ഇവിടെ കഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് വേസ്റ്റ് ഇവിടെ കഷ്ടമാണ്. അയില എന്തെങ്കിലും വീട്ടിൽ മുറിച്ചെങ്കിൽ പിന്നെ എന്തെങ്കിലും കവറാക്കി, നല്ല കവറാക്കിയിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇട്ടെങ്കിൽ അതിങ്ങനെ പോയിക്കൊള്ളുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഞാൻ അങ്ങനെ കട്ടാക്കലില്ല. അപ്പം ഞങ്ങളെ പലകത്തിയെല്ലാം നീക്കൊന്ന് കാണിക്കാലിട്ട് അങ്ങനെ ഞാൻ ഇന്ന് കട്ടാക്കാലിട്ട് ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ 4 ഇല കിട്ടീനി. 250 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 ഇല കിട്ടി. 1 kg എന്ന് പറഞ്ഞാൽ ഒരു 5 ഇല കിട്ടിട്ട് ഞങ്ങൾക്കത് എത്ര മതിയാന്ന്. എന്താ പറയുക, ഇന്ന് വെച്ചെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ മീനിൻ്റെ കറിയെല്ലാം കാലിയാണ്. അങ്ങനെ അതിനെല്ലാം പാങ്ങലൊരു കയറ്റ് വെച്ചിട്ട് പിന്നെ ഒരു മണ്ണിൻ്റെ പാത്രത്തിൽ എടുത്തിട്ട് മണ്ണിൻ്റെ പാത്രത്തിൽ ഇത് വെക്കണം. പിന്നെ ഇവിടെ ഞങ്ങളെ പൊടി ഇടലില്ല. അപ്പോൾ വറുത്തിട്ട് ഞാനിപ്പോൾ ചീൻചട്ടിക്ക് കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഒരു 5 ബേഡഗി മുളക് ഇട്ട്, പിന്നെ ഒരു 10-15 ഗുണ്ടൂർ മുളകുണ്ടല്ലേ, ഗുണ്ടൂർ മുളകിനെടുത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ അതിനെ വറുത്തിട്ടിരിക്കണം. പിന്നെ ഒരു സ്പൂണ് ഞങ്ങൾ കൊത്തമ്പരി ഇട്ടിട്ട്, പിന്നെ വേണമെങ്കിൽ മാത്രം നല്ല ടേസ്റ്റാണ് കുരുമുളക് കുറച്ചോ ലാസ്റ്റിൽ സ്റ്റൗ ഓഫാക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇടുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കണം. എന്തറിയുക, ഉലുവ അത് കത്തിയങ്ങ് പിന്നെ കഴിക്കും. അങ്ങനെ കുറച്ച് പുളി, ഇപ്പം ഞാൻ ഇന്ന് മാങ്ങ ഇടുന്നതുകൊണ്ട് പുളി കുറച്ചെടുത്തത്, ഒരു ചെറിയൊരു നാരങ്ങൻ്റെ അത്രക്കില്ല പുളി എടുത്തത്. അങ്ങനെ ഒരു ചെറിയ മീഡിയം സൈസിൻ്റെ തേങ്ങ ഇതിനെ പൊട്ടിച്ചിട്ടെടുത്ത് നോക്ക്. ഇത് ഫുള്ള് ഇടുന്നില്ല, ഒരു 3/4 തേങ്ങ ഇടുന്നു. ഇത്ര മുളകിന് 3/4 തേങ്ങ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ കടയുമ്പോൾ കുറച്ച് മഞ്ഞൾ എടുക്കണം. മഞ്ഞൾ എടുത്തിട്ടില്ല, ഒരു 1-1.25 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ ഇടണം. മഞ്ഞൾ ഞങ്ങൾ ഈ അയില പത്തിക്കെല്ലാം കുറച്ച് മഞ്ഞളെല്ലാം ജാസ്തിയല്ലേ. അപ്പോൾ ഇപ്പം വെള്ളം പോർന്നിട്ട് പാല് നൈസായിട്ട് കടയണം. കടിഞ്ഞത് എങ്ങനെ വേണമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളെ നാട്ടിലെല്ലാം അരക്കുന്ന കല്ലിലെല്ലാം അരക്കും. അപ്പോൾ ഈ കണ്ണിൻ്റെ മൈയില്ലേ, കൺമഷിയില്ലേ, അതുപോലെ അത്ര പാങ്ങലെ അരച്ചെടുക്കണം. ഒന്നെങ്കിൽ മീനിൻ്റെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതിന് എത്ര വേണം വെള്ളം ജാറിന് ഒഴിച്ചിട്ട് ഇതിനെ കടിഞ്ഞിട്ടെല്ലാം റെഡിയായ പിന്നെ ഞങ്ങളുടെ മാങ്ങ, ഒരു നീരുള്ളി, ഒരു ചെറിയ മാങ്ങേൻ്റെ 2 സൈഡ് എടുത്തിട്ട് നീരുള്ളി 1, ഒരു 6-7 കാരം, മീഡിയം കാരത്തിൻ്റെ പച്ചമുളക്, ഒരു കണ്ട ഇഞ്ചി, അങ്ങനെ ടൊമാറ്റോ, ഇത്ര ഞാൻ കട്ടാക്കിയിട്ട് വെച്ചിന്. എന്തിന് മാങ്ങൻ്റെ പുളി ഇല്ലതുകൊണ്ട് ഞാനത്
കുറച്ചിട്ടത് മറ്റേ പുളി ഉണ്ടല്ലേ ഞങ്ങളെ നാടൻ പുളി. ഇപ്പോൾ ഇതിനെല്ലാം ഈ മണ്ണിൻ്റെ പാത്രത്തിലുണ്ട്. ഇപ്പോൾ ഈ കറിയെല്ലാം ബെസ്റ്റ് എന്തായാലും ഇതിനെല്ലാം എണ്ണ ഇടയില്ലല്ലോ ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ കട്ടാക്കിയ എല്ലാ സാധനം ഒരു ചട്ടിക്ക് ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കടിഞ്ഞ അരിപ്പുണ്ടല്ലേ, മിക്സിയിൽ കടിഞ്ഞ അരിപ്പിനല്ലോ ഇതിൻ്റെ മീത്ത ഇട്ടാൽ മതി. ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അളവാക്കണം. കുറേ വെള്ളമാവനെയല്ല മീനിൻ്റെ കറി, കുറേ ഗട്ടിയാവനെയല്ല. അപ്പം നോക്കിയിട്ട് അതിന് വെള്ളം പോരണം. കണ്ട എത്ര നൈസായിന്, ഈ പോലെ നൈസാണോ കടിഞ്ഞത് ഇത്. ഇപ്പം ഞങ്ങൾ മുറിച്ചെല്ലാം മാങ്ങ, ടൊമാറ്റോ, നീരുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയൊക്കെ ഞങ്ങൾ ഈ അരിപ്പിന് അരിപ്പിട്ടിട്ടുമ്പോൾ ഇപ്പം അതിന് മിക്സിൻ്റെ ജാറൊക്കെ വെച്ച വെള്ളം ഇട്ടിട്ട് അതിനെ അല്ലേ മിക്സാക്കണം. ഒരു കയ്യിലുണ്ട് മിക്സാക്കി പിന്നെ ഉപ്പിട്ടിട്ട് തിളക്ക വെക്കണം. തിളക്കുന്ന എത്ര നേരം തിളക്കണമെങ്കിൽ ഈ പച്ചമുളകിൻ്റെ പച്ച കളറ് ഒരു ബ്രൗൺ കളർക്ക് വരണം. അപ്പം ഞങ്ങളെ കറിയെല്ലാം നല്ല തിളച്ചിട്ട് അതിൻ്റെ പച്ചനാറ്റെല്ലാം പോയി നിന്ന് കണക്ക്. അതിൻ്റെ പച്ചനാറ്റെല്ലാം പോകണം. അതുപോലെ അതിനെ തിളക്കാനും വിടണം നമ്മൾ. ഞങ്ങളെ നാട്ടിലെല്ലാം ജാസ്തിയായിട്ട് അടുപ്പത്തേ ആക്കുന്നത് ഈ കറീനെല്ലാം. മൂടി വെക്കും കുറേ, അല്ലെങ്കിൽ സൈഡ് ഓപ്പൺ ആക്കിയിട്ട് മൂടി വെക്കും. ഇപ്പോൾ എൻ്റെ കറി നല്ല പാൽ തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ട് ഇതിനെല്ലാം മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് തിളക്കാൻ വിടണം. അപ്പോൾ പച്ചമുളകിൻ്റെ കളറെല്ലാം ചേഞ്ച് ആവും. പിന്നെ ഇപ്പം നിങ്ങൾ ഉപ്പുണ്ടാന്ന് നോക്കിക്കൊള്ളണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് വേണം ചേർത്ത്. ഇനി വെള്ളം ഒഴിക്കായാലേ കറി തിളച്ച പിന്നെ വെള്ളം ഒഴിച്ചാൽ കറീൻ്റെ ടേസ്റ്റ് പോയി പോവും. മീനിട്ട പിന്നെ വെള്ളം ഒഴിക്കുക കയ്യല്ല, അതെല്ലാം കുറച്ച് നോക്കണം. അപ്പോൾ അവിടെ കുറച്ച് മൂടിയിട്ട് വേവിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഇതെല്ലാം പച്ചമുളകിൻ്റെ കളറെല്ലാം ചേഞ്ച് ആകുന്നാൽ ഇനി നീ കട്ടാക്കി വെച്ച് മീനുണ്ടല്ലേ ആ മീനായിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെങ്കിൽ ഞങ്ങൾ അയിലക്കറി, കാസർഗോഡ് ഭാഗത്തെ അയിലക്കറി റെഡിയാണ് കേട്ടെ. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ. ഇനി നീർദോശ ആക്കൂ, ചപ്പാത്തി ആക്കൂ, എല്ലാത്തിനും സൂപ്പർ. ഇപ്പം മത്തി അയിലൻ്റെ സീസണല്ലേ. ഇത് നമുക്ക് മീനിൻ്റെ കറി എന്താ ബെസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ മീനിൻ്റെ കറിക്ക് ഞങ്ങൾ എണ്ണ എല്ലാം ചേർക്കാനില്ലല്ലേ. അപ്പോൾ എണ്ണ ഇല്ലാതെ വിതൗട്ട് ഓയിൽ കറിയല്ലേ ഇത്. ഇന്ന് വെച്ച് നാളെ തിന്നെങ്കിൽ ഇനിയും സൂപ്പറായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെ കാസർഗോഡ് ഭാഗത്ത് ഇങ്ങനെ കറി വെക്കും, വേറെ വേറെ രീതിയിൽ കറി വെക്കും. വെറും ഇങ്ങനെ മാത്രമല്ല, വെറും മുളക് വരച്ചിട്ട് വെക്കും. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ജാസ്തി മുളക് ഇട്ടിട്ട് അങ്ങനെ വെക്കൂ. നോക്കുക ഇപ്പം ഞങ്ങൾ മീനിൻ്റെ കറി റെഡിയായി. എന്നിങ്ങനെ ഓഫാക്കിയിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് ഓരായിട്ട് വെച്ചെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ സകൻ്റെ വെള്ളമെല്ലാം അതിന് വീണിട്ട് അതൊരു കുറച്ച് വെള്ളമാവും. മീനിൻ്റെ കറി വെള്ളമാകായാലും എപ്പോഴും വെള്ളമാക്കായാലെന്ന് വെച്ചാൽ കുറേ കട്ടിയാക്കിയിട്ട് നമ്മൾ അപ്പോഴും അത് ഇതെന്ന് ശരിക്കും അതിൻ്റെ ഒരു നല്ലൊരു പാകമൊന്നുണ്ടല്ലോ, ആ പാകത്തിന് വരണം. മീനിട്ട പിന്നെ ഒരു 5 മിനിറ്റ് ബന്ധം മതി. ഇന്നല്ല ഞങ്ങളുടെ ഇവിടെ പിന്നെ ബാംഗ്ലൂരിൽ കഴിക്കുന്ന വൈറ്റ് റൈസ് എന്നാ ജാസ്തി. നാട്ടിൽ വന്ന് ഞങ്ങൾ ചുവന്ന റൈസ് കഴിക്കും. ഇവിടെ ബാംഗ്ലൂരിലല്ല വൈറ്റ് റൈസാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് വൈറ്റ് റൈസെല്ലാം ഇഷ്ടമാണ് ഭയങ്കര. ഇവിടുത്തെ വെതറിന് വൈറ്റ് റൈസ് സൂട്ടബിൾ, നാട്ടിലെ വെതറിന് ചുവന്ന റൈസ്. എല്ലാവരുടെ പോയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഞങ്ങൾ മീൻ ചിക്കൻ മാത്രം കഴിക്കുന്നത്. എപ്പോഴും റേറ് മട്ടൺ കഴിക്കും. പിന്നെ വേറെ നോൺ വെജ് കറി കഴിക്കുകയില്ല. മീൻ കഴിക്കും. ഈ പുഴ മീനൊന്നും കഴിക്കുന്നില്ല. ഒരു കടൽ മീൻ, ചിക്കന്, റേറ് മട്ടൺ അത് വിട്ടെങ്കിൽ നോൺ വെജിൽ പിന്നെ അത് കഴിക്കുന്നില്ല. പുഴ മീൻ എന്തും നമ്മൾ വായിക്കേ വെക്കുന്നില്ല. അത്ര അറുപ്പ് നമുക്ക് പുഴ മീൻ എന്തെന്നറിയാമല്ലോ. അത് മുന്നേ തൊട്ട് ചെറുപ്പത്തിന് നമുക്കത്ര ഇതില്ല. കാസർഗോഡ് ഭാഗത്തിലെ പുഴ മീൻ ഭയങ്കര കുറവല്ലേ. ഇവിടുത്തെ ആൾക്കാരെല്ലാം പുഴ മീൻ ജാസ്തി കഴിക്കും. ഇപ്പോൾ പിന്നെ വെളുത്തിയ പുഴ മീനെല്ലാം കിട്ടുന്നല്ലേ. അതിനുണ്ട് പുഴ മീനിക്കൊരു എന്തൊരു മണം ഉണ്ടെന്ന് പുഴ മീനിക്ക്. അപ്പോൾ അത് ആ മീൻ വിൽക്കുന്നിടത്തെ ഒരു മണം ഉണ്ടെന്ന്. അപ്പോൾ കറി വെച്ചിട്ടുമ്പോൾ എങ്ങനെ മണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ ഈ ഒരു മെത്തേഡ് പോലെ നിങ്ങൾ എല്ലാവരും ഇതിനെ വീട്ടിലാക്കിയിട്ട് നോക്കണോ. നല്ല ടേസ്റ്റ്. എന്നിട്ട് കമൻ്റ് ആക്കണം. ഇപ്പോൾ ലൈക്ക് ആക്കണോ, കമൻ്റ് ആക്കണോ, ഷെയർ ആക്കണോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ നല്ല അടിയായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഇല്ല. കന്നഡക്കാർ എന്നെ തോപ്പിച്ച്, മലയാളക്കാർ എൻ്റെ കൈ പിടിക്കുന്ന പോലെ ഉണ്ട്.
അങ്ങനെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ. ചൂട് ചൂട് കറിയും ചൂട് ചൂട് ചോറും. അമ്മ ചോറ് അമ്മ കറി, അമ്മ കറി അമ്മ ചോറ്. ടാറ്റാ, ബൈ ബൈ.